രാവിലെ തന്നെ പെങ്ങൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ് മീൻ മേടിക്കാൻ വിട്ടാലോ എന്ന്. അതിനെന്താന്ന് ഞാനും. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ വിട്ടു. ഷമാൽ റോട്ടിൽ പുതിയ ക്യാമറ വന്നിട്ടുണ്ട്. ഭയങ്കര ഡേഞ്ചർ സാധനമാണ്. മൊബൈലും സീറ്റ് ബെൽറ്റും സ്പീഡും ഒക്കെ അടിക്കും. അങ്ങനെ വാപ്പാനിമാരോടൊക്കെ റെഡിയാവും പറഞ്ഞു. പിന്നെ എൻ്റെ കാന്താരി ഉണ്ടായിരുന്നു, അവൾ ഉറക്കത്തിനൊക്കെ എണീറ്റ് റെഡി ആയിട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഫിഷ് മാർക്കറ്റിൽ എത്തിയിട്ടോ. രാവിലെ തന്നെയാണ്, അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി. പാപ്പാക്കും ഉമ്മാക്കും ഓൾറെഡി മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പാണെന്നേ ഉള്ളൂ. പൊമ്മോന് ലൈവായിട്ട് മീനിനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ കാണാൻ അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട് തന്നെ മുപ്പത്തിയേരം അവിടെ നിന്ന് നല്ല സ്കൂട്ടായി. പിന്നെ നമ്മൾ ഓരോ മീനിൻ്റെ കൗണ്ടറിലൂടെയും കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ടോ. ഹൈജീൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഹാൻഡ് ഗ്ലൗസ് ഒക്കെ തന്നു ടച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ മീനിൻ്റെ കൗണ്ടറിലും പോയി ഓരോന്നിനും വില ചോദിച്ച് ഓരോന്നിനും ബാർഗൈനിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. അങ്ങനെ അവസാനം നമുക്ക് വേണ്ട കുറച്ച് മീനുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു കേട്ടോ. വലിയ ലാഭം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര ലാഭമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ പിന്നെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫ്രഷ് ആയിട്ട് മീൻ കിട്ടും. അങ്ങനെ എല്ലാ മീനുകളും നമ്മൾ മേടിച്ചിട്ട് കട്ടിംഗ് പോയിന്റിൽ കൊണ്ടുപോയി കൊടുക്കണം. കട്ടിംഗ് പോയിന്റിൽ കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ബില്ലൊക്കെ മേടിച്ചിട്ട് അവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, അവിടെ പോയി കുറേ നേരം ഇരുന്നു. പിന്നെ അമ്മു ഞാനായിട്ട് കുറേ നേരം കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു കേട്ടോ. ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ കളിച്ചും അങ്ങനെ ഓടിക്കളിച്ചിട്ടൊക്കെ അങ്ങനെ നടന്നു. അങ്ങനെ കുറച്ച് സമയം അങ്ങ് അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ കുറഞ്ഞു, സാധനം കിട്ടി. അപ്പോഴാണ് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങാൻ തീരുമാനിച്ചത്. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസിൻ്റെ കൗണ്ടറിൽ എത്തിയിട്ടോ. അവിടെ പോയി നോക്കിയപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഉണ്ടായിരുന്ന കുറച്ച് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വെജിറ്റബിൾസും ലീഫൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ മീനിൻ്റെ അവിടെ തന്നെ തിരിച്ചു വന്നു. അപ്പോഴേക്കും വാപ്പ മീനൊക്കെ ആയിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ.